ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഒരു വടക്കൻ ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫാമിലിയുമായിട്ട് കാസർഗോഡ് ജില്ലയിലുള്ള താജ് ബേക്കൽ റിസോർട്ടിൽ പോവുകയുണ്ടായി. ഞങ്ങളുടെ ഒരു കസിൻ ആൻഡ് ഫാമിലി ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് ആ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളവിടെ ചെന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 15 കിലോമീറ്റേഴ്സ് മാറിയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 11 ഏക്കേഴ്സ് ഓഫ് ലാൻഡിലാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. ഏകദേശം 66 കോട്ടേജസ്, വില്ലാസ് ഇതിനകത്തുണ്ട്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടീസ് മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, കൂടാതെ ഓരോ വില്ലാസും ഓരോ കോട്ടേജസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കെട്ടുവള്ളം അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ആൻഡ് ലോബി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലോബിയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു റിസോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കാപ്പിൽ ബീച്ചാണ്. റിസോർട്ടിനോട് തൊട്ടടുത്തായിട്ടാണ് കാപ്പിൽ ബീച്ച്. കൂടാതെ റിസോർട്ടിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു കായലും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റിന് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് അവിടെയുള്ളത്. ഇതാണ് ഈ ഒരു കോട്ടേജിൻ്റെ എൻട്രൻസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കെട്ടുവള്ളത്തിൻ്റെ മാതൃകയിലാണ് ആ ഒരു കോട്ടേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രൻസിൽ തന്നെ ഒരു വലിയ ഗണപതിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. ആ ഒരു ഗണപതിയുടെ സ്റ്റാച്യു ആണ് നമ്മൾ ആ ഒരു കോട്ടേജിലേക്ക് വെൽക്കം ചെയ്യുന്നത്. പിന്നെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈവറ്റ് പൂളാണ്. കോട്ടേജിൻ്റെ അകത്തെ
പുഴക്കരയിലെ ചായക്കട എന്നുള്ളൊരു ബോർഡൊക്കെ വെച്ച് ഒരു ചായക്കടയുടെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി. എല്ലാ ദിവസവും ഈവനിങ് ഒരു 5 മണി മുതൽ 1 അവർ ഇവർ ഒരു ടീ ആൻഡ് ചെറിയ സ്നാക്സൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഗസ്റ്റിന് ഈ ഒരു ആംബിയൻസൊക്കെ എൻജോയ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് ആസ്വദിക്കും. ഈ കാണുന്നതാണ് റിസോർട്ടിനോട് ചേർന്നിരിക്കുന്ന കായൽ. തൊട്ട് മുന്നിലുള്ളത് കാപ്പിൽ ബീച്ചാണ്. മനോഹരമായ കുറച്ച് കാഴ്ചകൾ. ഇതൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. കാസർഗോഡ് ജില്ലയിലാണ്. താജ് ബേക്കൽ റിസോർട്ട്സ് ആൻഡ് സ്പാ. ഒരു വെൽ സ്പെൻഡ് ഈവനിങ് ആയിരുന്നു അത്. നമ്മളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ച പ്രവീൺ ചേട്ടനും സ്മിത ചേച്ചിക്കും ഇപ്സൂനും മോനോനും ഒരു ബിഗ് താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.